ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാഥാസ് കലാഹട്ട്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് അച്ചാറാണ്. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ ഈ ക്യാരറ്റ് അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാരറ്റ് അച്ചാർ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ്സ് ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, അതേ അളവിൽ വെളുത്തുള്ളി. ഇവിടെ 15 വെളുത്തുള്ളി അല്ലികൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ചെറുതായി അരിഞ്ഞ 2 പച്ചമുളക്, കായപ്പൊടി, കുറച്ച് കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ. ഇവയിൽ കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവയുടെ അളവ് ഞാൻ വഴിയെ പറയാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വിനാഗിരി, അതുപോലെ ഉപ്പ്, പിന്നെ നല്ലെണ്ണ. ആദ്യം തന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അതിലേക്ക് നമ്മൾ ക്യൂബുകളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് ഇപ്പോൾ എണ്ണയിൽ കിടന്നൊന്ന് വാടാൻ തുടങ്ങുകയാണ്. ക്യാരറ്റ് അങ്ങനെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി തുടങ്ങി. പിന്നെ അതൊന്ന് മൊരിഞ്ഞു തുടങ്ങുന്ന ആ ഒരു പരുവാകുമ്പോൾ, നന്നായിട്ട് മൊരിയൊന്നും വേണ്ട, മൊരിഞ്ഞു തുടങ്ങുന്ന പാകമാകുമ്പോഴത്തേക്കും നമ്മൾ അത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ ക്യാരറ്റ് എല്ലാം കോരി മാറ്റി വെച്ചതിന് ശേഷം ആ മിച്ചം വരുന്ന എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കടുക്, വളരെ കുറച്ച് അളവിലുള്ള കടുക് ചേർത്ത്, അത് കടുക് പൊട്ടുന്ന സമയമാകുമ്പോൾ നമ്മളതിലേക്ക് 1/2 സ്പൂണ് ഉലുവ ചേർക്കുക. ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുക. ഇഞ്ചി ചേർത്തതിന് ശേഷം നമ്മൾ അതേ അളവിന് തന്നെയുള്ള വെളുത്തുള്ളി ചേർക്കുകയാണ്. കടുക്, ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി ഇവ വഴറ്റുന്നതിനൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർക്കുക. വെറും 2 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ, കാരണം അതിന് അത്രയ്ക്ക് എരിവുണ്ട്. അതിനോടൊപ്പം തന്നെ പറയാൻ വിട്ടുപോയി, ഞാൻ കരിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ നമുക്ക് എണ്ണ വേണമല്ലോ, അതുകൊണ്ട് എണ്ണ ഒഴിക്കുന്നുണ്ട്. നല്ലെണ്ണ ഒഴിക്കുക. അതിനൊപ്പം തന്നെ നമ്മൾ 1 സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ആദ്യം കുറച്ച് ഉപ്പാണ് ചേർത്തിരിക്കുന്നത്, പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ. പിന്നെ ചേർക്കുന്നത് ഏകദേശം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ശ്രദ്ധിക്കുക, തീയ് മീഡിയത്തിൽ വെക്കുക. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് നമ്മളിത് വഴറ്റി ഒരു പരുവാകുമ്പോഴത്തേക്കും അതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഏകദേശം 1 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. എല്ലായിടത്തും കായം നന്നായിട്ട് പിടിക്കണം. കായമാണ് എല്ലാ അച്ചാറിൻ്റെയും ഒരു ടേസ്റ്റ്, ഒരു മണമൊക്കെ തരിക. ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം നമ്മൾ ഈ സ്പൂണിന് 2.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ലോ ആക്കുകയോ അല്ലെങ്കിൽ ഓഫ് ആക്കുകയോ ചെയ്യാൻ കാരണം മുളക് പൊടി മൂത്ത് പോകരുത്. മൂത്ത് പോകുകയാണെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ ആ മണവും രുചിയും തന്നെ മാറിപ്പോകും. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. എല്ലാ ഭാഗത്തേക്കും മുളക് പൊടി പിടിക്കണം, കായപ്പൊടി പിടിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പല പ്രാവശ്യമായിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. മുമ്പേ കാണിച്ചിരുന്ന ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് 1/2 ഗ്ലാസ് അളവിന് വിനാഗിരി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ക്യാരറ്റ് അച്ചാറാണ്. ക്യാരറ്റിന് സ്വതവേ പുളിയില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പുളി വേണം. കാരണം ഏതൊരു അച്ചാറിനും പുളി, എരിവ്, ഉപ്പ്, കായം ഇതൊക്കെയാണ് അതിൻ്റെ രുചിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ രുചിക്കനുസൃതമായി തന്നെ വിനാഗിരി, മുളക് പൊടി ഇവയൊക്കെ ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഞാനിവിടെ ക്യാരറ്റ് അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ വീട്ടിൽ തീർത്തു. ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷെ നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എന്നാലേ കേടുകൂടാതെ കുറേ നാൾ ഇരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ക്യാരറ്റ് പിക്കിൾ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.